വെൽക്കം ബാക്ക് ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക ഉലർത്തിയത്, കൂർക്ക മെഴുക്ക് പുരട്ടി എന്നും പറയും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഒരു 500 ഗ്രാം വരുമായിരിക്കും വലിപ്പമുള്ള, അത്യാവശ്യം വലിപ്പമുള്ള കൂർക്കയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് ആദ്യം നമുക്കിങ്ങനെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കറ നമ്മുടെ കയ്യിലാകാതിരിക്കാൻ നമുക്കിതുപോലെ ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം. ഒരുപാട് കനം കുറച്ച് അരിയരുത്, ഇത് വെന്തു പോകും. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കാരണം ഇതിൽ ഒരുപാട് മണ്ണും അഴുക്കൊക്കെ ഉണ്ടാകും. ഇത് നല്ലവണ്ണം ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒന്ന് ക്ലിയർ ആയി കിട്ടുന്നത് വരെ ഇത് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കറി വെച്ച് വരുമ്പോൾ ഇത് മണ്ണ് കടിക്കും. അപ്പോൾ കൂർക്കയെല്ലാം നല്ലവണ്ണം കഴുകി ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഉള്ളി, സവാള ഇതുപോലെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കൊത്തിയരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് തക്കാളി, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ കൂർക്ക ഉലർത്ത് റെഡിയാക്കിയിട്ട് വരാം. അപ്പം അതിനായിട്ട് ഇവിടെ ഞാനൊരു ഇതുപോലൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ആവശ്യത്തിനൊരു കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ ചൂടാവട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് കടുക് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി, കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ അല്പം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വെളുത്തുള്ളി അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി ഒന്ന് മുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഫ്ലേവർ വന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. അപ്പം വേഗത്തിൽ ഈ സവാളയും ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഈ സവാള വഴന്ന് വരുന്ന ഈ സമയം കൊണ്ട് കഴുകി വെച്ചിരിക്കുന്ന കൂർക്ക നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു കുക്കറിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ഗ്ലാസ് ഇതുപോലൊരു ഗ്ലാസ് വെള്ളം മതി. എന്നിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മതി, ഇത് വെന്ത് കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ കൂർക്കയെല്ലാം പാകത്തിന് വേവായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
അതുപോലെ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണ്ട പൊടികളിട്ട് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മുളക് പൊടി, എരിവ് വേണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, അതുപോലെ പെപ്പർ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ ഇതുപോലെ. അപ്പോൾ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല പാകത്തിന് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ കുറച്ച് അല്പം വെള്ളം ചേർത്താണ് വേവിച്ചത്. അപ്പോൾ അത് സ്വല്പം ബാക്കിയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എന്തുമാത്രം ഡ്രൈ ആക്കി എടുക്കണോ അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. കൂർക്ക മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കൂർക്ക ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കാവുന്നതാണ്, കുറച്ച് സമയം എടുത്ത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.